ഹലോ മക്കളെ, ആർക്കെ എന്നാണ്. അപ്പൊ നിങ്ങളുടെ ഓണ പരീക്ഷയിലെ 4 മാർക്ക് നേരത്തെ നമുക്ക് ഉറപ്പിക്കാം. കാരണം നിങ്ങൾ പല മേഖലയിലും പറ്റിക്കപ്പെടാറുണ്ട് അല്ലെ, ഫ്രൗഡുകൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥാപനങ്ങൾ നിങ്ങൾ പരാതിപ്പെടണം, എങ്ങനെയൊക്കെ പരാതിപ്പെടണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഈ വരുന്ന ഓണപരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതാണ് സാർ ഇവിടെ പറയുന്നത്. ഒരിക്കലും ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനില്ല, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ UGC AICT സ്റ്റേറ്റ് ബോർഡുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ ഫോമുമായിട്ട് അപ്രോച്ച് ചെയ്യാന്നാ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതിപ്പെടാം, സ്വാഭാവികമാണ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ട് എന്ത് ചെയ്യാം, ഈ പ്രശ്നം നിങ്ങൾക്ക് പറയാം. അങ്ങനെയാണ് അടുത്തത് ഏതാ നോക്കിക്കോ മക്കളെ. അടുത്തത് നിങ്ങൾ ഹെൽത്ത് കെയർ എന്നുവെച്ചാൽ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ കബളിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പറ്റിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽസുമായിട്ട് പരാതിപ്പെടാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഹെൽത്തിനുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റീഷൻ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ PILുമായിട്ട് പരാതിപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ സൈറ്റിലും നിങ്ങളുടെ പരാതി രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ പറയാണ്, ഒരിക്കലും ഇത് ഡയറക്റ്റ് ആയി ചോദിക്കില്ല. നിങ്ങളെ ഫ്രണ്ട്സിന് ചിലപ്പം എന്താ പറയുക, ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതിന് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. പക്ഷെ ഒക്കത്തിന്റെ ബേസ് ഇതാണെന്ന് മനസ്സിലാക്കാം. ഇനി ഒരാൾ എബ്രോഡ് കൊണ്ടുപോകാം അഥവാ വിദേശത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളോട് പൈസയൊക്കെ വാങ്ങി പക്ഷെ നിങ്ങളെ വിദേശത്തേക്ക് എത്തിച്ചില്ല. ആ സമയത്ത് ആ വ്യക്തിയെ IPC സെക്ഷൻ 420 പ്രകാരം നിങ്ങൾക്ക് അവരെ പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, രാജ്യത്ത് വിദേശത്ത് കൊണ്ടുപോയി നിങ്ങളിപ്പോ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ഗൾഫിൽ എത്തിച്ചു, എന്നിട്ട് അവിടെ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾക്ക് അവരെങ്ങനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ അവരെങ്ങനെ എവിടെയൊക്കെ പരാതിപ്പെടാം, ഒന്നെങ്കിൽ ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ ഹൈ കമ്മീഷനുമായിട്ട് പരാതിപ്പെടാം, സംശയമില്ലല്ലോ. അടുത്ത നോക്ക് മക്കളെ, അത് പ്രൊട്ടക്ഷൻ ഓഫ് ഇമിഗ്രേഷനിൽ നിങ്ങളുടെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അടുത്ത നോക്കിക്കോ, പ്രവാസി കേന്ദ്രയിലും നിങ്ങളുടെ പരാതി എന്താ പറയാ ഫയൽ ചെയ്യാം. 1811 3090 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അറിയിച്ചാൽ മതി. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണ് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓൺലൈൻ അല്ലെ, ഓൺലൈൻ മേഖലയിൽ പറ്റിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടാം. എല്ലാവർക്കും അറിയുന്നതാണല്ലോ, സൈബർ സെല്ല് ആർക്കും അറിയാത്തുണ്ടാവില്ലല്ലോ. സൈബർ സെല്ലുമായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ ഓഫ് എമർജൻസി റെസ്പോൺസ് ടീംസിനെ അറിയിച്ചാൽ മതി, ബാക്കി കാര്യം ഓലേറ്റോളും. അടുത്ത നോക്കൂ, നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനെ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ വിവരം അറിയിച്ചാലും അതിനുള്ള പ്രശ്നം പരിഹരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? അടുത്തത് ബാങ്കിങ് അല്ലെ, ഒരു ബാങ്കിങ്ങിൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ ആ ബാങ്കിന്റെ മാനേജർ ആദ്യം അറിയിക്കണം. മനസ്സിലായിട്ടുണ്ടോ? ബാങ്കിങ്ങിൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ ബാങ്ക് മാനേജർ അറിയിക്കുക. ബാങ്ക് മാനേജർ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനൊരു തീരുമാനമോ അല്ലെങ്കിൽ ഉത്തരവോ തന്നിട്ടില്ലെങ്കിൽ ഓം ഗുഡ്സ്മാൻ അറിയിക്കുക. 30 ദിവസമായിട്ട് മക്കളെ ഓം ഗുഡ്സ്മാൻ അറിയിക്കുക. ഓം ഗുഡ്സ്മാൻ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അല്ലെങ്കിൽ ഓം ഗുഡ്സ്മാൻ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ മതി, 1444 ഓക്കെ. ഞാൻ പറയാണ്, ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയി ചിലപ്പോൾ ചോദിച്ചോളുന്നില്ല. ചിലപ്പോൾ അതൊരു അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങാൻ പോയപ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെടൂ, അവൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടും, അങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പൊ രണ്ട് രീതിയിലും ഈ ഭാഗത്തും ക്വസ്റ്റ്യൻ ചെയ്യാൻ കാരണം, ഒന്ന് അപ്ലിക്കേഷൻ ലെവല്, മറ്റേ ഡയറക്റ്റ് ആയിട്ട് ഇത് എന്താന്ന് തന്നെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ വീഡിയോക്ക് വേണ്ടി വീണ്ടും ആർക്കെയുമായി ബന്ധപ്പെടാം. താങ്ക്